ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ഞണ്ട് കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഞണ്ട് കറിയാണ്. അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സമയം ഒട്ടും കളയുന്നില്ല, വേഗം നമുക്ക് കിച്ചണിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ക്രാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ക്രാബ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് നിങ്ങൾ കാണുക. ഇവിടെ 1/2 കിലോ ക്രാബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞണ്ട് കറിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പൊടിയുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 3 തക്കാളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് എടുക്കാം. 3 പച്ചമുളക് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 വെളുത്തുള്ളി നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. നമുക്ക് ചതച്ചിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു അല്പം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അവസാനം നമുക്കൊന്ന് ജസ്റ്റ് വിതറി കൊടുക്കാൻ വേണ്ടി കേട്ടോ. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തതാണത്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാൽ. അതുപോലെ തന്നെ 3 സവോള ഇതുപോലെ അരിഞ്ഞത് നമുക്കെടുക്കാം. ഇതുപോലെ ഒരു ബേ ലീഫ്. ഈ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചട്ടി നമുക്ക് കാണാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കാണാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെ കുത്തുമണമൊക്കെ മാറാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതലും കുറവൊക്കെ ആയിട്ട് ഇടാം, ഒന്നും കുഴപ്പമില്ല. പച്ചമുളക് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലേവറൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തീ അല്പം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സവോള നമുക്ക് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏതുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഞണ്ട് വൃത്തിയാക്കിയപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ്, അതുകൊണ്ട് അതിൽ അല്പം ഉപ്പ് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ അല്പം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. സിമ്മിലല്ല ഇട്ടിരിക്കുന്നത്. സവോള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുക.
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ചട്ടി ആയതുകൊണ്ട് അത് സൂക്ഷിക്കുക. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 50% ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർത്താൽ ഒന്നുകൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. തന്നെയല്ല, ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ പെട്ടെന്ന് മാറി കിട്ടും ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂണാണ്, 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നമുക്കൊന്ന് ചെറുതായിട്ട് വാടി കിട്ടണം. ഇപ്പോൾ നമ്മുടെ തക്കാളി അത്യാവശ്യം ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഗ്രേവിയെല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ടാം പാൽ നമ്മൾ ചേർത്ത് കൊടുത്തു. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് പെട്ടെന്നൊന്ന് തള കയറ്റിയെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം, തിളച്ചോ ഒന്ന്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഞണ്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ. ഒത്തിരിയേറെ ഹെൽത്തിന് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഞണ്ട്. അപ്പം ആ വീഡിയോയിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. സോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഇത് നമുക്കൊരു 15 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഞണ്ട് വെന്ത് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 15 മാക്സിമം 20 മിനിറ്റ് വെച്ചാൽ മതിയാവും, അതിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ അല്പം ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു കറിവേപ്പില ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റോളം നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റും അത്യാവശ്യം ഗ്രേവിയും അതുപോലെ ചാറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകം മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.